ആള് കൊള്ളാം. ഇപ്പോഴാണോ അറിഞ്ഞത്? കുഞ്ഞോളെ അടിച്ചതെല്ലാം കൊളായിട്ടുണ്ടാവും. എങ്കിലും ഫ്രണ്ടൊന്നും കാണാനേ ഇല്ല. നടക്കാനുള്ള ഒരു പ്രൗഢിയിലുള്ള ഒരാളല്ല ഞാൻ. ആദ്യം തന്നെ അത് പറയട്ടെ. ഇത്തവണ കൂടുതൽ ഷോപ്പ് ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയാ. മേടിക്കണമല്ലോ. അമ്മയ്ക്ക് മേടിക്കണ പോലെ തന്നെ അപ്പയ്ക്ക് മേടിച്ചൂടെ എന്നുള്ള കമന്റുകൾ കാണാറുണ്ട്. അഭിമാനത്തോടു കൂടി ഞാൻ പറയണേ. അപ്പൊ അമ്മയ്ക്ക് സാരി വാങ്ങിയില്ലേന്ന് അതിന്റെ മറുപടി അമ്മ തന്നെ പറയൂട്ടോ. ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ ആഗ്രഹങ്ങളില്ലേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യണ്ടേ. ഇങ്ങനത്തെ സാരികളൊക്കെ മേടിക്കാതെ നല്ല വിലയുള്ള ടസർ സിൽക്കോ കാഞ്ചീവരോ ഒക്കെ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാൻ. ഞാൻ ആദ്യം ബട്ടൺ മഷ്റൂമാണ്. ഇത് കാണുമ്പോ പലരും ചോദിക്കും എന്നെ ഇത്രയും അത് പറഞ്ഞോ. അധികമായാൽ അമൃതം വിഷ. ഇന്ന് അമ്മ പതിവില്ലാതെ നൂഡിൽസിന് പകരം പാസ്തേമറ്റി ആണല്ലോ. ഞാൻ അവിടെ ഇരുന്ന പാക്കറ്റിൽ ഞാൻ ബാലൻസ് അങ്ങ് എടുത്തല്ലേ. കാപ്പി ഇട്ടോണ്ട് വരട്ടെ. ആള് കൊള്ളാം. ഇപ്പോഴാണോ അറിഞ്ഞത്? മിടുക്കത്തിയാ. പാസ്ത. അങ്ങനെ നമ്മുടെ പാസ്ത കഴിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ പ്യൂരി ചേർത്ത് ക്രീമി പാസ്ത ഉണ്ടാക്കും. ഇത് അങ്ങനെയില്ല, ഇത് സിമ്പിൾ പാസ്ത. എഗ് മറ്റേ ഉണ്ട്. നാടനാണോ? നല്ല പെരുമഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾ പെരുമഴയത്ത് വണ്ടി ഓടിച്ചാ വന്നത്. ഗ്ലാസ്സേട്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുമായിരുന്നു കാറിന്റെ ഗ്ലാസ്സേട്ട്. ഒരു രക്ഷയില്ലായിരുന്നു. വണ്ടിയും ഇവിടം വരെ എത്തിയത് കാരണം പിന്നെ നമുക്ക് വഴി അറിയാലോ. അപ്പൊ അത് കാരണം നമുക്ക് പോരാൻ വലിയ കുഴപ്പമില്ല. എങ്കിലും ഫ്രണ്ടൊന്നും കാണാനേ ഇല്ല. റോഡ് പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു. പിന്നെ നമ്മള് വളരെ സ്ലോയിലാണ് പോകുന്നത്. സെക്കൻഡ് ഗിയർ ഇട്ടിട്ടാ പോകുന്നത്. അപ്പൊ ഒരു പിടുത്തം ഉണ്ടാവുമല്ലോ വണ്ടി, അല്ലെങ്കിൽ സ്കിഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത്രയും മഴയത്ത്. പിന്നെ റോട്ടിൽ വേറെ പല പല വണ്ടികളുള്ളതെല്ലാം സ്ലോയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അത് കാരണം നമ്മളും പുറയിൽ സ്ലോയിലാണ് പോകുന്നത്. കുത്തി ഒലിച്ച് വെള്ളം വീഴുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കാറ്റും ഉണ്ടായിരുന്നു. അത് ഗ്ലാസ് കുത്തി ഒലിച്ച് വീഴണ. കുഞ്ഞോളെ അടിച്ചതെല്ലാം കൊളായിട്ടുണ്ടാവും. സ്പൂൺ ഇട്ടത്. അമ്മ ചൂട് കാപ്പിയായിട്ട് വന്നു. നിന്റെ ചൂട് കാപ്പി ഇച്ചിരിച്ചോ കുടിച്ചോ, ചൂടാറാതെ. അപ്പയുടെ പതയില്ലാത്തത്. ജനൽ ഇച്ചിരി ഒന്ന് തുറക്കാം. 7:10 വെളിച്ചം കത്തിയത്. ആണോ? ഇരുട്ട് അന്നേരമാണോ ആയത്? ഇരുട്ടായിരുന്നു. 7:10 പക്ഷെ കത്തിപ്പ. ഇന്നലെ ഈ തലേ രാത്രി 3:45 ഞാൻ എഴുന്നേറ്റപ്പോ നേരത്തെ വിളിച്ചതിലുണ്ട്. ഇതില സോളാറിന്റെ ലൈറ്റ് ഉണ്ട്. ശക്തി കുറഞ്ഞു, പക്ഷെ വെളിച്ചമുണ്ട്. മഴയല്ലേ? അതെ. അല്ല, എന്നാലും ആ ടൈമിലും കത്തനുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാ. അത് നല്ല കാര്യം. ഒട്ടും തെളിമയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ ഊണുമുറിയുടെ ജനൽപ്പാളി തുറന്നു നോക്കാം. അത് ക്ലൗഡി ഡേ ആയതുകൊണ്ട് അതെ, നമുക്ക് സൺലൈറ്റ് അത്രയ്ക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മളിത് ഓഫ് ചെയ്യണില്ല, ഓൾവേസ് ഇട്ടേക്കുവാ. എല്ലാവരും 2 മണിക്കൂർ 6 മണിക്കൂറിനൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോ വേണമെങ്കിൽ അപ്പൊ പറഞ്ഞ് രാത്രി 10 മണിയാകുമ്പോ അങ്ങ് ഓൺ ചെയ്യുക. അപ്പൊ നേരം വെളുക്കുന്നവരും ബ്രൈറ്റ് ആയിട്ട് കത്തും. അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ അത് മതി ശരിക്കും. അത് മതി. കാരണം മറ്റു ലൈറ്റുകൾ ഇടണ്ടല്ലോ. ആ സമയത്ത് പുറത്തു പോയി ഓൺ ചെയ്യാൻ പറ്റൂല്ലോ. അപ്പോഴേക്കും വാതിലൊക്കെ അടച്ചു കൂട്ടൂലേ? അത് പറ്റൂല. കാരണം എന്നാന്ന് വെച്ചാ കത്തിനിടാം. 4 മണി 3:45 കത്തുണ്ടായിരുന്നേ. നേരത്തെ വിളിച്ചോ, ഞാനിന്ന് കണ്ടതാ. അപ്പൊ ഇങ്ങനെ കാണിക്കണേ. ഞാൻ അപ്പനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പനെ ഇമിറ്റേറ്റ് ചെയ്തപ്പോ അപ്പ ചെയ്യണ പോലെയൊക്കെ ഞാനും ചെയ്യാൻ തുടങ്ങി, അറിയാതെ. കേട്ടോ? നല്ല പെരുത്ത മഴ. പെരുമഴ. ജൂലൈ 31 വെള്ളി. പെരുമഴയെന്ന് വെച്ചാ
പെരുമഴ തോർന്നിട്ടില്ല അല്ല, ഇടയ്ക്കിടയ്ക്ക് തോരും, പിന്നെ വന്നത് അതിഗംഭീരം. അപ്പൊ ഇവളത് വന്നു കഴിഞ്ഞപ്പോ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ, കാണിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ കവർ എടുക്കട്ടെ. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. മതി മതി. ഇന്ന് അധികം ഒന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. മാസം ആദ്യം നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്തായിരുന്നു. ആദ്യമല്ല, മിഡിലും ഒക്കെ നമ്മൾ അത്യാവശ്യം കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഇത്തവണ ഷോപ്പിംഗ് ഐറ്റംസ് വളരെ കുറവാണ്. ജൂട്ടിന്റെ ബാഗാന്ന് തോന്നുന്നത്. അതെ അതെ, കവർ അല്ലേ. ഇത്തവണ കൂടുതൽ ഷോപ്പ് ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയാ. മേടിക്കണമല്ലോ, അല്ലാണ്ട് എപ്പോഴും ഇങ്ങോട്ടായിട്ടല്ലേ മേടിച്ചോണ്ട് വന്നത്. അവനോന് വേണ്ടിയും ഐറ്റംസ് മേടിക്കണം. കഴിഞ്ഞ തവണ ഷോപ്പിംഗ് കാണിച്ചപ്പോ ഇങ്ങനെ ചോദിച്ച് അമ്മയ്ക്ക് സാരി വാങ്ങിയില്ലേന്ന്. അതിന്റെ മറുപടി അമ്മ തന്നെ പറയൂ കേട്ടോ. എനിക്ക് സാരി വാങ്ങിയില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാരി ആവശ്യമുള്ളപ്പോൾ ഞാൻ പോകുന്നു. അതെ, പോത്തീസ്, ശീമാട്ടി, ജയലക്ഷ്മി, പിന്നെ പല ബുട്ടിക്കുകളിലും കയറാറുണ്ട്. ഖാദി, ഇവിടെ എല്ലാം പോയി എനിക്ക് ഇഷ്ടമുള്ള സംഗതി പണ്ട് കാലം മുതലേ ഞാൻ സെലക്ട് ചെയ്ത് മേടിക്കാറുണ്ട്. പിന്നെ ഇവളെ ജോലി കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരണ്ടാന്ന്. എങ്കിലും അവൾ നല്ല സംഗതികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സും മറ്റ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള സംഗതികളൊക്കെ അവൾ ഔചിത്യമായിട്ട് കാണുമ്പോൾ അവൾ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. പിന്നെ എനിക്ക് കണ്ടമാനം സാരി ഇങ്ങനെ മേടിച്ച് കൂടുന്നത് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ ശീലിച്ച ഒരാളല്ല, കണ്ടമാന ആർഭാടത്തിൽ വളർന്ന ഒരാളല്ല. അപ്പം ആവശ്യമായിട്ടുള്ള സംഗതികൾ എന്നാൽ ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും. അതിനിങ്ങി ഇതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരുമായിരിക്കും, ലളിതം ലളിതം ലളിതം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ജീവിച്ചു പോന്ന ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാനാണ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാനും മേടിക്കും. പിന്നെ ഇന്നാളൊരു കമന്റ് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ സാരികളൊക്കെ മേടിക്കാതെ നല്ല വിലയുള്ള ടസർ സിൽക്കോ കാഞ്ചീവരോ ഒക്കെ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കുക. അപ്പൊ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തു, ഞാൻ അങ്ങനത്തെ നേരത്തെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതാ. അപ്പൊ അമ്മ തന്നെയാണ് പറയണത് അങ്ങനത്തെ ഇനി മേടിക്കരുത്. എനിക്ക് അങ്ങനത്തെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെയുള്ള ടസറോ കാഞ്ചീപുരോ ഒക്കെ ഉടുത്ത് നടക്കാനുള്ള ഒരു പ്രൗഢിയിലുള്ള ഒരാളല്ല ഞാൻ. ആദ്യം തന്നെ അത് പറയട്ടെ. ഞാൻ എപ്പോഴും പറയണു, ഞാൻ ഇപ്പോഴും സാധാരണ രീതിയിൽ ജീവിച്ചു പോണ ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള സാരികൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒക്കേഷനായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് അത് അറിയാൻ പറ്റും. എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്തൊരു സാരി, അതും ഒരുപാട് കോസ്റ്റ്ലി സാരികളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല, അതാണ് പ്രധാനം. അതെനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ ആഗ്രഹങ്ങളില്ലേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് യാതൊരു പോരായ്മയും തോന്നാറില്ല ഞാൻ ഈ ഉപയോഗിക്കുന്ന വേഷത്തിന്. അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള സാരിയാണ്. റേറ്റ് ഇല്ലെങ്കിലും ഞാനതില് സന്തോഷവതിയാണ്. എനിക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ ഞാൻ ധരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ നിങ്ങൾക്ക് ധരിക്കാം. എന്താ വെച്ചാൽ ഈ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഒരിക്കലും ടസറോ കാഞ്ചീവരോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഭയങ്കര ചൂടുമാണ്. അത്രയ്ക്ക് റിച്ചൊന്നും അല്ലല്ലോ നമ്മള്. അത് മാത്രമല്ല, അത് ഒക്കേഷണൽ വെയർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും ആ വിലയുള്ള ആ ഡ്രസ്സ് ശരിക്കും അതിന്റെ ഭംഗി കാത്തു സൂക്ഷിച്ച് നമ്മള് അത്രയും ടേക്ക് കെയർ ചെയ്താണ് അത് ഉടുത്ത് നമ്മൾ പോകുന്നത്, നമ്മളെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ പോകുമ്പോ അത് ശരിക്കും ഒരു ഒക്കേഷൻ ആണ് അത് നമ്മൾ അങ്ങനെ പോകുന്നത്. ഡെയിലി വെയർ ആയിട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് കാഷ്വൽ, നമ്മൾ യാത്രയൊക്കെ ആകുമ്പോഴേക്കും ബസ്സിൽ പോവും, ഓട്ടോയ്ക്ക് പോവും, കാറിന് പോവും, അങ്ങനെ പല പല മിക്സ്ഡ് ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് കാഞ്ചീപുരമോ അല്ലെങ്കിൽ ടസറോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ പ്രൗഢിയും അതിന്റെ ഭംഗിയും നഷ്ടപ്പെടാനായിട്ട് കാരണമാകും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ. ഇതുപോലുള്ള കോട്ടാസാരികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാം. ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പറ്റിയാലും നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അവനവന്റെ ബോഡി ഷേപ്പിനനുസരിച്ചുള്ള ഡ്രസ്സ് ഉപയോഗിക്കണമെന്നുള്ള കൂട്ടത്തിൽ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ അധികം വണ്ണോ ഇതൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ഈ സാരി ആകുമ്പോൾ സ്വല്പം സ്റ്റിഫായിട്ടിരിക്കും. അപ്പൊ അത് യൂസ് ചെയ്ത് ശീലിച്ചുകൊണ്ട് അത് ഉപയോഗിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കോസ്റ്റ്ലി അങ്ങനെ ഉപയോഗിക്കാൻ മാത്രം റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തികളല്ല ഞങ്ങള്. അത് നമുക്ക് പറയണതിന് ഇപ്പൊ അഭിമാനത്തോടു കൂടി ഞാൻ പറയണത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം. അല്ലാണ്ട് ഇവളോട് ഇപ്പം മേടിച്ച് കൊടുക്കാൻ മേലെ ഇവളിപ്പോൾ മേടിച്ച് തരണമെന്നില്ല. അല്ലാതെ നമുക്ക് അഫോർഡ് ചെയ്യാവുന്നത് നമ്മൾ മേടിക്കും. ഇവള് ഏതെങ്കിലും ഷോപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളറോ ഡിസൈനോ കണ്ടു കഴിഞ്ഞാൽ അവളോട് ഞാൻ പറയാറില്ല, അവള് മേടിച്ചോണ്ട് വരാറുണ്ട്. അത് നിങ്ങൾ കാണാറുണ്ടല്ലോ. അതുപോലെ ഇവിടെ ഹസ്ബൻഡിനാണെങ്കിൽ ഷർട്ടും മുണ്ടും അധികം തുണ്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ. അപ്പൊക്ക് ഞാന് മേടിച്ചു കൊടുത്ത മുണ്ട് ഇതുവരെ അപ്പൊ ഉടുക്കാത്തത് വരെ ഇവിടെ ഇരിപ്പുണ്ടാ വെള്ളിക്കര കശ ഇതുവരെ അപ്പൊ അത് ഉടുക്കത്തില്ല.
ഒരു കൊല്ലായി അത് മേടിച്ചിട്ട്. ഇതുവരെ അപ്പയ്ക്ക് ഈ ഷോപ്പിംഗ് ഡ്രസ്സുകളോട് ഒരു താല്പര്യം ഇല്ല. കാരണം പുതിയത് മേടിച്ചത് 2 കൊല്ലമൊക്കെ അലമാരിയിലിരിക്കും ഉപയോഗിക്കാണ്ട്. പണ്ട് ഓർക്കണ്ടോ, ഞാൻ ആദ്യമായിട്ട് ഒരു കസവിന്റെ പോത്തീസിന്ന് മേടിച്ചോണ്ട് വന്ന നല്ല എലഗൻ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മ്യൂട്ടഡ് ഗോൾഡ് കളറ് 2 കൊല്ലം കൂടി അപ്പ ആദ്യമായിട്ട് അത് ഞാനത് അവസാനം കഴുകി എന്നിട്ട് പാന്റിനെ കൊണ്ട് തേപ്പിച്ചു, അതിന് ശേഷമാണ് കൊടുത്തത്. അപ്പയ്ക്ക് ഈ ഡ്രസ്സുകളോട് ഒട്ടും താല്പര്യമില്ല. അപ്പയ്ക്ക് അതുകൊണ്ട് മേടിച്ചു കഴിഞ്ഞാലും ഫുള്ള് വേസ്റ്റേജാ. ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, അമ്മയ്ക്ക് മേടിക്കണ പോലെ തന്നെ അപ്പയ്ക്ക് മേടിച്ചൂടെ എന്നുള്ള കമന്റുകൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ റിപ്ലൈ പറഞ്ഞത്. ഓരോരുത്തരുടെ താല്പര്യങ്ങൾ ഓരോന്നാണ്. അപ്പൊ അമ്മയ്ക്ക് സാരികള്, മറ്റേ ചെരുപ്പുകള്, ബാഗുകളൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അപ്പയ്ക്ക് ഫുഡിനോടൊക്കെയാണ് കൂടുതലും താല്പര്യം. അപ്പൊ അതുകൊണ്ടാണ് അപ്പയ്ക്ക് ഇഷ്ടമാണ് ലെതർ വാലറ്റ്. ലെതർ വാലറ്റ് മേടിച്ചിട്ട് ഒരു ഡ്രോയില് എത്ര എണ്ണ കെട്ടി വെച്ചേക്കാണ്. ഇന്നാള് എന്നോട് പറയാം, ഏതാണ്ട് ഒരു എക്സിബിഷന് പോയപ്പോ ആ എക്സിബിഷൻ ഒന്ന് പോവാ വാലറ്റ് മേടിക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, മേടിച്ച വാലറ്റ് ഒന്ന് പോക്കറ്റിൽ ഇട്ടൊന്ന് തീർക്കാൻ പറഞ്ഞു. എന്നെ പോലെ തന്നെ കളക്ഷനാ, സ്വന്തമാക്കുകയേ ഉള്ളൂ, ഉപയോഗിക്കില്ല. എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ താല്പര്യല്ലേ. അതൊക്കെ പോട്ടെ, സമയം 8:30 ഇനി വൈകിട്ടത്തേക്കുള്ള പരിപാടിയുടെ ടൈമായി. അപ്പം മേടിച്ചോണ്ടുന്ന സാധനങ്ങൾ നമുക്കൊന്ന് കാണിക്കാം. അപ്പൊ കാട് കയറിപ്പോയി, കാരണം നിങ്ങൾ ഓരോരുത്തർ ചോദിക്കണോണ്ട് മറുപടി പറഞ്ഞതാ കേട്ടോ. അപ്പൊ ഓക്കെ, ഓരോന്ന് എടുക്കട്ടെ എന്നാ. എനിക്കുള്ള സാധനങ്ങളാട്ടോ കൂടുതല്. വീണ്ടും ഞാൻ പറയുവാ, ഞാൻ ആദ്യം ഓർത്തേ ബട്ടൺ മഷ്റൂം ആണ്. ഇത് അമ്മ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഈ സാധനം കാണുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ് ഞാൻ മേടിച്ച ഒരു സാധനം കേട്ടോ. അതിന്റെ പേരാണ് മഖാന. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. അപ്പോ ഞാനിങ്ങനെ കാണുമ്പോഴൊക്കെ ഓർക്കും ഒന്ന് മേടിക്കണോന്ന്. അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞേ, ഇതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കി കാണിക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് പറയണതാണ് കേട്ടോ, ഒന്ന് മേടിച്ചു നോക്കുന്ന ഒരു ദിവസം. അതിന്റെ റെസിപ്പി അല്ല, അത് ചുമ്മാ നമുക്ക് ഈ നെയ്യില് ചാട്ട് മസാല പോലെയൊക്കെ ഇട്ട് ഉണ്ടാക്കാന്ന് തോന്നണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു രസത്തിന് കുറച്ചേ മേടിച്ചുള്ളൂ കേട്ടോ. അല്ലാതെ ചുമ്മാ കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയാ. ഇതിന് 1 കിലോ 1200 രൂപയാണ്. അതെ 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 അതെ. ഞാൻ മേടിച്ചത് ആകെ 30 ഗ്രാമേ മേടിച്ചിട്ടുള്ളൂ, 34 ഗ്രാമേ മേടിച്ചുള്ളൂ, 40 രൂപ. വെയിറ്റ്ലെസ് ആയതുകൊണ്ട് ഇത് കൂടുതലുള്ളതായിട്ട് തോന്നിക്കുന്നത്. ഞാൻ ആദ്യം ഓർത്തേ ബട്ടൺ മഷ്റൂം ആണോ, നോക്കിയപ്പോ ഇത്രയും ചെറുത് ബട്ടൺ മഷ്റൂം ഉണ്ടാവൂല എന്ന് എനിക്ക് തോന്നി. മഖാന. അതെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊന്ന് കഴിച്ചു നോക്കുകയും ചെയ്യാമെന്ന് കരുതിയാണ് ഞാനത് മേടിച്ച. റെസിപ്പി ഇനി പറ്റിയില്ലെങ്കിലും ഒന്ന് കഴിക്കുകയെങ്കിലും ചെയ്യാലോ. റെസിപ്പി ചെയ്ത് നോക്കാം. പിന്നെ ഇനി കാണിക്കാൻ പോണതൊക്കെ സ്നാക്കിംഗ് ടൈമില് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിന്റെ. അതെ അതെ, ഡ്രൈ നട്ട്സ് ആണ് കൂടുതലും. ഫ്രൂട്ട്സ് അല്ല, ഡ്രൈ നട്ട്സിന്റെ കൂടെ ഇത് കാഷ്യൂ. അതെ അതെ അതെ. 1 കിലോ 1010 രൂപ, 110 ഗ്രാം 111 രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് അത് കിസ്മിസ് ആണ്. 1 കിലോ 450 രൂപ, 58 ഗ്രാമാണ് മേടിച്ചിരിക്കുന്നത്, 26 രൂപ. പിന്നെ പിസ്ത 1 കിലോ 1550, 72 ഗ്രാമാണ് മേടിച്ചിരിക്കുന്നത്, 111 രൂപ. അടുത്തത് ബദാം. അപ്പൊ ബദാം എന്ന് വെച്ച് കഴിഞ്ഞാല് 1 കിലോ അതിന് എത്രയാ 1000 രൂപയാണ്. ഞാൻ മേടിച്ച 98 ഗ്രാം, 98 രൂപ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ടല്ലോ ഞാനൊരു കുപ്പിക്കകത്ത് ഇട്ട് വെക്കും. എന്നിട്ട് സ്നാക്കിംഗ് ടൈമില് അത് കഴിക്കും. അപ്പൊ അതിന്റെ കൂടെ മഖാനയും കൂടെ ആഡ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. മഖാനയിൽ ഒരുപാട് മിനറൽസ് ഒക്കെ ഉള്ള, കാൽസ്യം ഒക്കെ ഉള്ള, ലെസ് കലോറി ആയിട്ടുള്ള ഒരു ഹൈ ഫൈബർ ആയിട്ടുള്ള ഒരു ഐറ്റാണ് മഖാന. അപ്പൊ അതിന്റെ കൂടെ ചെറിയൊരു മധുരവും കൂടെ കിട്ടാൻ വേണ്ടിട്ടാ കിസ്മിസ് ആഡ് ചെയ്തേക്കണേ. അപ്പൊ അല്ലെങ്കിൽ ഇത് മാത്രമാകുമ്പോ നമുക്ക് മടുക്കൂലോ. മനസ്സിലായി. അതാ അപ്പനെ തുറന്നകത്ത് കയറ്റാൻ പോവാ. വാതിലടച്ചേക്കും. അടുത്തത് ഇത് നിനക്കല്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് തിരക്കുകളൊക്കെ വരുമ്പോ ഉച്ചക്ക് കറികളൊന്നും ഇല്ലാന്ന് തോന്നണപ്പോ നമുക്ക് ഇത് ഇടയ്ക്ക് മേടിച്ചോണ്ട് വരും. തോരൻ മേടിച്ചോണ്ട് വരും, കൂട്ടുകറി മേടിച്ചോണ്ട് വരും, സാമ്പാർ മേടിച്ചോണ്ട് വരും. അവിയൽ ഞാൻ പറഞ്ഞു മേടിക്കണ്ടെന്ന് പറഞ്ഞു. അവിയലിന് ക്വാണ്ടിറ്റി ഇച്ചിരി കുറവായിട്ടാ തോന്നിയത്. അവിയൽ നല്ലതാ, പക്ഷെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവ് പോലെ തോന്നി. ഇത്തവണ അവള് മേടിച്ചേക്കണത് കാളനാട്ടോ. അതെ അതെ അതെ. ഇന്നും മുരുകച്ചുണ്ട് ഇവിടെ. അത് എന്തെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വന്നു കഴിയുമ്പോ തിരക്കുള്ള ദിവസങ്ങളിൽ എടുക്കാലോ. തിരക്കുള്ള ദിവസം റേറ്റ് പറഞ്ഞേരെ.
അതില് 150 രൂപയാണ് ശരിക്കും അതിന്റെ റേറ്റ്. കിട്ടിയത് എത്ര? പക്ഷെ എനിക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ റിഡീം ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് 85 രൂപയ്ക്കാ കിട്ടിയ. എവിടെന്നാ? പോത്തീസി. പോത്തീസിന്ന്. അപ്പൊ അത് ലാഭമായിട്ട് തോന്നിയോണ്ട് ഞാൻ മേടിച്ചതാ. 25% അവരുടെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അത് കൂടാതെ എനിക്ക് പോയിന്റ്സ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 85 രൂപയ്ക്ക് കിട്ടി. അപ്പൊ അത് ലാഭമായി തോന്നി. ഈ മഖാന അപ്പയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കാം. പനീർ അത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോ ഇടാം. അത് ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്ന് മേടിച്ചിട്ടാ. നല്ല ലാഭം ഉണ്ടായിരുന്നു അതിന്. മിൽക്കി 130 രൂപയാ ശരിക്കും അതിന്. പക്ഷെ അവിടെ 105 രൂപയുള്ളൂ. അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. 135 രൂപയാണ് കേട്ടോ. പക്ഷെ 105 രൂപയ്ക്ക് എനിക്ക് കിട്ടിയത്. അത് ഭയങ്കര ലാഭമായിട്ട് തോന്നി. 27 വരെ ഉണ്ട്. ഉണ്ട്. എനിക്ക് ആ പനീർ ഭയങ്കര ഇഷ്ടമാണ്. മിൽക്കി മിസ്സിന്റെ പനീർ നല്ലതാണെന്ന് നീ എപ്പോഴും പറയാറുണ്ട്. ഇത് അരിയാ അല്ലേ? ബസ്മതി അരി. അവിടെ ഒരുപാട് അരി ഉണ്ടായിരുന്നു. ഏതരിയാ വേണ്ടതെന്ന് വെച്ചപ്പോ ആകെ കൺഫ്യൂഷനായി. പിന്നെ എന്നെ കാണിച്ചു തന്നു. അപ്പൊ എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് മതിയോ എന്ന് ചോദിച്ചപ്പോ ഇത് മതി എന്ന് പറഞ്ഞു. ഇത് ആലിബാബ ബസ്മതി റൈസ് ആണ്. 43 രൂപ. 305 ഗ്രാമേ ഞാൻ മേടിച്ചോളൂ. ഇത് കാണുമ്പോ പലരും ചോദിക്കും എന്നെ ഇത്രയും കുറവ് മേടിച്ചു. അത് അമ്മ എന്നെ അതിന്റെ റീസൺ പറഞ്ഞോ. കൂടുതൽ എപ്പോഴും ഉണ്ടാക്കണ സാധനമല്ല ഒന്നാണ്. കൂടുതൽ സാധനങ്ങൾ മേടിച്ച് അത് പഴകി അതിൻ്റെ ടേസ്റ്റ് മാറി നമ്മളെടുത്ത് കളയണതിലും ഭേദം നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷായി ഉണ്ടാക്കി അത് കഴിക്കാം. ബാലൻസ് ഇട്ട് വരുകയില്ല. ഇതിപ്പം ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഉണ്ടാക്കണ ഒരു ഐറ്റം അല്ല. എപ്പോഴും ഉണ്ടാക്കണമാണെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച കൂടെ ഉപയോഗിച്ച് തീർക്കാമെന്ന് വെക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും, ഉപയോഗിക്കുകയും ചെയ്യും. അതിൽ നിങ്ങൾ പിശുക്കുന്നോ എന്താ അത് പറഞ്ഞാലും നമുക്ക് വേണ്ടിയ സംഗതി നമ്മൾ മേടിക്കും. ഇത് ഇരുന്ന് പഴകി ഉപയോഗശൂന്യമായി കളയണതിലും നല്ലത് എപ്പോഴും ആ കാശ് നഷ്ടപ്പെടുത്തണേലും നല്ലത് നമുക്ക് ആവശ്യമുള്ള മാത്രം ക്വാണ്ടിറ്റി മേടിക്കണ. ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് നൈറ്റിൽ കഴിക്കുന്നത് ഈ വെജിറ്റബിൾ സാലഡ് വഴറ്റി ഞാൻ കഴിക്കൂലോ. അപ്പൊ അതിന്റെ കൂടെ 2 സ്പൂൺ ഈ റൈസും കൂടെ ഇട്ടിട്ട് ഒരു ഫ്രൈഡ് റൈസിന്റെ പരുവത്തിലാക്കി കഴിക്കും. അപ്പൊ അതിനു വേണ്ടി ഇത് മേടിച്ച് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ മേടിക്കാറുണ്ട്. അത് ഒക്കേഷണലി ആണ് നമ്മൾ അങ്ങനെ കഴിക്കുക. ഫ്രൈഡ് റൈസ് അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. കാരണം ചോറും കറിയാണ് സാധാരണ കഴിക്കണത് കേട്ടോ. അതും പറയണമല്ലോ. പിന്നെ നമ്മള് ഇടയ്ക്ക് നമുക്ക് വേണമെന്നുള്ളപ്പോൾ നമ്മൾ ഇവിടെ റോയലോ NFT ഇല്ലല്ലോ, അങ്ങനെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുമുണ്ട് കേട്ടോ. നിങ്ങൾ കാണാറുണ്ടല്ലോ. ഇന്ത്യൻ കോഫിന്ന് ബിരിയാണി വാങ്ങിക്കാറുണ്ട്. ഇവിടെ ലോക്കൽ റോയലിൽ നിന്ന് നമ്മൾ മിക്സ്ഡ് ഫ്രൈഡ് റൈസ് മേടിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇവിടെ എറണാകുളത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരാറുണ്ട്. ബിരിയാണി മേടിച്ചുകൊണ്ട് വരാറുണ്ട്, ഫ്രൈഡ് റൈസും ഒക്കെ മേടിച്ചുകൊണ്ട് വരാറുണ്ട് ഇടയ്ക്ക് സമയത്ത്. എപ്പോഴും അത് ഞങ്ങൾ കഴിക്കാറില്ല. കാരണം നമുക്കത് വയറിനൊന്നും അത്ര ഞങ്ങളെ സംബന്ധിച്ച് അത്ര ഇതല്ലാത്തതുകൊണ്ട് അങ്ങനെ കഴിക്കാറില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതിപ്പോ ഞാൻ ഈ വെജിറ്റബിൾ വഴറ്റുമ്പോൾ 2 സ്പൂൺ റൈസും കൂടെ ഇടണ കാരണം ഇത്രയും കുറവ് റൈസ് മേടിച്ചു. മനസ്സിലായി. ഇത് നിനക്ക് ഇഷ്ടമുള്ള ഡേറ്റ്സ്? ചവർപ്പ് ഡേറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അൽജീരിയ ഡേറ്റ്സ് എന്നാണ് അതിന്റെ പേര്. പറഞ്ഞായിരുന്നു അപ്പുറത്തെ വശം കാണിച്ചേ. ഡേറ്റ്സ് അൽജീരിയ. ഇതുമൊക്കെ എന്റെ സ്നാക്കിങ്ങിന്റെ കൂട്ടത്തിൽ പെടും. അതെ. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 210 ഗ്രാം 73 രൂപയാണ്. 1 കിലോ 348. ഇതിന് ചവർപ്പായിരിക്കും കൂടുതൽ. അതായത് അപ്പുറത്തെ വശം കാണിച്ച് പച്ച ഡേറ്റ്സ് പഴുത്തു തന്നെ ആ ഒരു പരുവാണിത്. അപ്പൊ അതിന് വിചാരിച്ച അത്ര ഒരു ഷുഗറി ആയിരിക്കില്ല, ഒരു ചവർപ്പ് ടേസ്റ്റാ. എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. അതാണ് സംഭവം. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മേടിക്കണം. സ്നാക്കിങ്ങിന്റെ കൂടെ ഇതും കഴിക്കും കേട്ടോ. ഞാൻ ഒരു ദിവസം ഒരു 3 ഡേറ്റ്സ് ഒക്കെ കഴിക്കുള്ളൂ. സ്നാക്കിങ്ങും അങ്ങനെയാണ്, വളരെ കുറച്ചേ എടുത്ത് കഴിക്കുള്ളൂ. ഇത് മുഴുവനൊന്നും ഒറ്റയടിക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ പകുതിയോ കഴിക്കുകയോ ഒന്നും ചെയ്യില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി സ്നാക്കിങ്ങിന് എടുക്കുള്ളൂ. ഇനി എടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഒന്നും നമുക്ക് അധികം ആകാൻ പാടില്ല. അധികമായാൽ അമൃതം വിഷം. ഇത് കോൺ കാണുന്നത് എപ്പോഴും സ്വീറ്റ് കോൺ ഇപ്പൊ നല്ലത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. സീസൺ കഴിഞ്ഞു. 29 രൂപയാ അതിന്. കഴിഞ്ഞോ സാധനങ്ങളൊക്കെ? ഇല്ല, ഇനി ഇച്ചിരി വെജിറ്റബിൾ നീ മേടിക്കണേ. നിനക്ക് മേടിക്കണേ. കുറെ ബില്ല് ഇതിൽ കിടപ്പുണ്ടല്ലോ. ബില്ല് ഞാൻ കാണിക്കാം അവസാനം. ഇതിലുണ്ട് കേട്ടോ. അതെ, ആ ബില്ലല്ല എന്റെ ഇരിപ്പുണ്ടല്ലോ. അതൊക്കെ പഴയ ബില്ലായിരിക്കും അല്ലേ. ആ കവറ് തന്നെ ബാഗിൽ ഇട്ടോണ്ട് പോണ കാരണം അതിൽ കിടന്ന ബില്ലുകളാ. ഇത് നിനക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വെജിറ്റബിൾ ഇവിടെ മേടിച്ചില്ല. ഇവിടെ ഇടയ്ക്ക് ഇവക്ക് വെജിറ്റബിൾ വഴറ്റാൻ വേണ്ടി ഇവിടെ മേടിച്ചുകൊണ്ട് വന്നതാട്ടോ. അതെ, ക്യാരറ്റും സ്വല്പം ബീൻസും. ഇന്ന് ഓർഡിനറി ബീൻസ് ആണല്ലോ കിട്ടിയത്. അവിടെ കണ്ടപ്പോ അത് ഞാൻ എടുത്തു. അല്ല, ഞാൻ പറഞ്ഞതാ. അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഷോപ്പിംഗ്. ഓക്കെ.
മഖാന കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ദേ ഇരിക്കുന്നതാ. അല്ല, ഒരുപാട് മിനറൽസ് ഒക്കെ ഉള്ളതാ. ചിക്കന് വേണ്ടി അതാ റോ ഫോമിൽ തിന്നാവോ? നമ്മൾ ഈ ഡ്രൈ നട്ട്സ് കഴിക്കുന്ന പോലെ ഓ അതിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരു സാധനം ശരി ശരി. മഖാന. അപ്പോൾ ബില്ലും കൂടെ കാണിച്ചേക്കാം. ബേക്കേഴ്സിൽ നിന്ന് മേടിച്ചത് ടോട്ടൽ 418 രൂപ, ലുലുന്ന് മേടിച്ചത് ടോട്ടൽ 146 രൂപ, സ്മാർട്ട് ബസാറിൽ നിന്ന് മേടിച്ചത് ടോട്ടൽ 105 രൂപ. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 660 രൂപയുടെ കഴിക്കാനുള്ള സാധനമാണ് മേടിച്ചേക്കണം അല്ലേ? ഡ്രൈ. അതെ, ഡ്രൈ നട്ട്സ് അല്ലേ? ഡ്രൈ നട്ട്സ്, സ്വീറ്റ് കോണ്, പിന്നെ പനീർ, വെജിറ്റബിൾസിന് ഒരു 23 രൂപ. അതും കൂടെ ചേർത്തിട്ട് 683 രൂപ. ഇങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ? അതെ.